നമസ്കാരം കൂട്ടുകാരെ. ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഒരു ആത്മകഥയാണ് കേട്ടോ. ഏകലവ്യൻ്റെ വിരൽ എന്ന മല്ലികാർജുനൻ കാണി എഴുതിയ ആത്മകഥയാണിത്. കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങളിൽ ഒന്നായിട്ടുള്ള കാണിക്കാരൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ് മല്ലികാർജുനൻ കാണി. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഈ ആത്മകഥയിൽ കാണി സമുദായത്തിൻ്റെ ചരിത്രവും ആചാരാനുഷ്ഠാനങ്ങളും ജീവിത രീതിയും ഭാഷയും ആഹാര രീതിയും ഒക്കെ തന്നെ പ്രതിപാദിച്ചിരിക്കുന്നു. 9 അധ്യായങ്ങളിലായിട്ട് വിഭജിച്ചിരിക്കുന്ന ഈ ഒരു ആത്മകഥ വളരെ ചെറുതും ലളിതവുമാണ്. എന്നിരുന്നാലും അന്നോളം ആരും പറയാതെ പോയ കാണി സമുദായത്തിൻ്റെ പല കാര്യങ്ങളും ഇതിൽ പ്രതിപാദിക്കുന്നു എന്നതാണ് ഈ ആത്മകഥയുടെ ഏറ്റവും വലിയ സവിശേഷത. പാരമ്പര്യമായി അമ്പെയ്യാൻ ലഭിച്ച കഴിവിൽ നിന്നാണ് മല്ലികാർജുനൻ കാണി അമ്പെയ്ത്തിൽ ശ്രദ്ധേയനായി തീരുന്നത്. കോട്ടയം നാഗമ്പടത്തെ അമ്പെയ്ത്ത് മത്സരത്തിൽ മുളവടിയും ആലിൻ്റെ വള്ളികളും ഉപയോഗിച്ച് നിർമ്മിച്ച വില്ലുമായായിരുന്നു മല്ലികാർജുനൻ കാണി മത്സരത്തിൽ പങ്കെടുത്തത്. ഒപ്പമുണ്ടായിരുന്നവരുടെ കയ്യിലുള്ള വിലപിടിപ്പുള്ള അമ്പും വില്ലും കണ്ട് മല്ലികാർജുനൻ കാണി അന്ന് തീരുമാനിച്ചു, അതുപോലെ ഒരെണ്ണം തനിക്കും സ്വന്തമാക്കണം. ആ ആഗ്രഹം കൊണ്ടെത്തിച്ചത് ബാംഗ്ലൂരിലാണ്. അവിടെ അറിയാത്ത നാട്ടിൽ അറിയാത്ത ഭാഷയുടെ ഇടയിൽ മല്ലികാർജുനൻ കാണി അമ്പിനും വില്ലിനുമായി പരതി. എന്നാൽ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന 5000 രൂപ മടക്കയാത്രയ്ക്ക് പോലും തികയാതെ വരുന്ന അവസ്ഥയാണ് ഉണ്ടായത്. വിലപിടിപ്പുള്ള ആ അമ്പും വില്ലും തനിക്ക് സ്വന്തമാക്കാൻ സാധ്യമല്ല എന്ന സത്യം തിരിച്ചറിഞ്ഞ മല്ലികാർജുനൻ കാണി അവിടെ നിന്ന് മടങ്ങുമ്പോൾ ഒരു കാര്യം മനസ്സിൽ കുറിച്ചു: എനിക്ക് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാൻ സാധിക്കും. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം അതുപോലെ ഒരെണ്ണം നിർമ്മിക്കുകയുണ്ടായി. കേവലമായ അമ്പ് നിർമ്മാണം മാത്രമായിരുന്നില്ല അദ്ദേഹം ചെയ്തത്, മറിച്ച് ഏകലവ്യ അമ്പെയ്ത്ത് പഠനകേന്ദ്രം സ്ഥാപിക്കുകയും ചെയ്തു. പാരമ്പര്യമായി കിട്ടിയ കഴിവിനെ കാലാനുസൃതമായി മാറ്റിയെടുക്കുകയും അത് പുതുതലമുറയിലേക്ക് കൂടി എത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ദൗത്യമാണ് മല്ലികാർജുനൻ കാണി ഏറ്റെടുത്തത്. മലയാള സാഹിത്യത്തിലെ വളരെ ചുരുങ്ങിയ ആദിവാസി ആത്മകഥകളിൽ ഒന്നാണ് ഏകലവ്യൻ്റെ വിരൽ. കഴിയുമെങ്കിൽ എല്ലാവരും ഈ പുസ്തകം വായിക്കാൻ ശ്രമിക്കുക. നേരത്തെ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റായി ഒന്ന് രേഖപ്പെടുത്തുക. ഏവർക്കും നന്ദി.